എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച ബൈബിൾ വചനം നിങ്ങളെല്ലാരും പഠിച്ചു കാണുമല്ലോ. നിങ്ങളെല്ലാരും മിടുക്കരായിട്ട് പഠിക്കുന്നൊക്കെ ഇല്ലേ? എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ വാനിയ? ഓക്കേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? അതിനു മുൻപേ നമുക്കിന്ന് കഥ കേൾക്കാൻ വന്നിരിക്കുന്നവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? തത്തമ്മയുടെ പേരെന്താ? ചേനീസ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? ഓട്ട. എലിക്കുട്ടന്റെയോ? ജോവാൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ കാട്ടിൽ നിന്ന്. കുറുക്കന്റെ പേരെന്താ? മെറിൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറക്കാട്ടിൽ നിന്ന്. മയിലിന്റെയോ? സെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്നൊരു പുതിയ കഥ കേട്ടാലോ? ബുദ്ധിപരമായി നീങ്ങിയ ഒരു യാത്രക്കാരന്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ഒരിടത്ത് ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ കച്ചവടക്കാരൻ തൻ്റെ ഒട്ടകത്തെയും കെട്ടുകളുമെല്ലാം കൂട്ടി സാധനങ്ങൾ വിൽക്കുന്നതിനായി ഒട്ടകത്തിൽ യാത്ര ചെയ്യും. അങ്ങനെ ഒരു ദിവസം ആ കച്ചവടക്കാരൻ ഒരു നാട്ടിലൂടെ കടന്നു പോകുകയായിരുന്നു. ആ നാട്ടിലൂടെ കടന്നു പോകാൻ അയാൾക്ക് വളരെ പേടിയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ നാടിനെ പറ്റി അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ കേട്ടിരുന്നു. ആ നാട്ടിൽ കള്ളന്മാരുടെ ശല്യങ്ങൾ വളരെ കൂടുതലാണെന്നാണ് അദ്ദേഹം അറിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ കെട്ടുകളൊന്നും ഒട്ടകപ്പുറത്തു നിന്ന് അയാൾ പുറത്തെടുത്തിരുന്നില്ല. എങ്ങാനും കള്ളന്മാർ വന്ന് അടിച്ചുകൊണ്ട് പോയാലോ എന്നോർത്ത്. അങ്ങനെ രാത്രിയായപ്പോൾ ആ കച്ചവടക്കാരൻ ഒരു വീട്ടിൽ അഭയം തേടി അന്ന് രാത്രി അവിടെ കഴിഞ്ഞു. തിരികെ പുലർച്ചെ പോകാൻ നേരം തൻ്റെ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോയപ്പോൾ തൻ്റെ ഒട്ടകവോ കെട്ടുകളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി കള്ളന്മാർ തൻ്റെ ഒട്ടകത്തെയും കെട്ടുകളും മോഷ്ടിച്ചുവെന്ന്. അങ്ങനെ തൻ്റെ ഒട്ടകത്തെയും കെട്ടുകളും അന്വേഷിച്ച് ആ കച്ചവടക്കാരൻ യാത്ര തുടർന്നു. വഴിയിലൂടെ പോകുന്ന എല്ലാവരോടും തൻ്റെ ഒട്ടകത്തെ കണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വഴിയിൽ കണ്ട ഒരു വഴിയാത്രക്കാരനോട് അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ കണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ആ വഴിയാത്രക്കൻ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, താങ്കളുടെ ഒട്ടകത്തിന് ഒരു സൈഡിലെ കാഴ്ച നഷ്ടപ്പെട്ടതാണോ? ഇത് കേട്ടപ്പോൾ കച്ചവടക്കാരന് സന്തോഷമായി. കാരണം തൻ്റെ ഒട്ടകത്തിൻ്റെ വലതുവശത്തെ കാഴ്ച നഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ കച്ചവടക്കാരൻ വഴിയാത്രക്കാരനോട് പറഞ്ഞു, താങ്കൾ എൻ്റെ ഒട്ടകത്തെ കണ്ടു അല്ലേ? എവിടെ വെച്ചാണ് കണ്ടത്? അപ്പോൾ വഴിയാത്രക്കാരൻ ഒരിക്കൽ കൂടി ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, തൻ്റെ ഒട്ടകത്തിൻ്റെ നടുഭാഗത്തെ പല്ലുകൾ നഷ്ടപ്പെട്ടതായിരുന്നോ? ഇത് കേട്ടപ്പോൾ കച്ചവടക്കാരന് കൂടുതൽ സന്തോഷമായി. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, അതെ അത് എൻ്റെ ഒട്ടകം തന്നെയാണ്. എവിടെ വെച്ചാണ് നിങ്ങളിത് കണ്ടത്? കുറച്ചു നേരം കൂടി ആലോചിച്ചിട്ട് വഴിയാത്രക്കാരൻ കച്ചവടക്കാരനോട് പറഞ്ഞു, താങ്കളുടെ കെട്ടുകളിൽ ഒന്ന് തേനും ഒന്ന് ഗോതമ്പുമായിരുന്നോ? ഇത് കേട്ടപ്പോൾ കച്ചവടക്കാരൻ അതിയായ സന്തോഷം. തൻ്റെ ഒട്ടകം തന്നെയാണ് ഇദ്ദേഹം കണ്ടതെന്ന് കച്ചവടക്കാരൻ ഉറപ്പിച്ചു. കച്ചവടക്കാരൻ ചോദിച്ചു, എവിടെ വെച്ചാണ് താൻ എൻ്റെ ഒട്ടകത്തെ കണ്ടത്? ഒന്ന് പറയുമോ? അപ്പോൾ വഴിയാത്രക്കാരൻ കച്ചവടക്കാരനോട് പറഞ്ഞു, ഞാൻ തൻ്റെ ഒട്ടകത്തെ കണ്ടില്ല. ഇതും പറഞ്ഞ് വഴിയാത്രക്കാരൻ മുൻപോട്ട് നീങ്ങി. കച്ചവടക്കാരൻ തൻ്റെ ഒട്ടകത്തെ അന്വേഷിക്കുന്നത് തുടർന്നുകൊണ്ടുമിരുന്നു. അങ്ങനെ കുറച്ചു നേരം മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ ഒട്ടകം വഴിയരികിൽ ഉപേക്ഷിച്ചതായി കാണപ്പെട്ടു. അപ്പോൾ ആ കച്ചവടക്കാരൻ ഒട്ടകത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു. ഒട്ടകത്തിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ കെട്ടുകളൊന്നും ആ കച്ചവടക്കാരന് കാണുവാൻ സാധിച്ചില്ല. ഉടനെ തന്നെ കച്ചവടക്കാരൻ നാട്ടുപ്രമാണിയുടെ അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞു. ആ വഴിയാത്രക്കാരനാണ് തൻ്റെ ഒട്ടകത്തെ മോഷ്ടിച്ചതെന്ന് അയാൾ തീർത്തു പറഞ്ഞു. അപ്പോൾ നാട്ടുപ്രമാണിമാരുടെ ആളുകൾ ആ വഴിയാത്രക്കാരനെ അന്വേഷിച്ചു കണ്ടെത്തി നാട്ടുപ്രമാണിയുടെ അടുക്കലെത്തി. നാട്ടുപ്രമാണി അയാളോട് വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ഈ കച്ചവടക്കാരൻ്റെ ഒട്ടകത്തെ മോഷ്ടിച്ചുവോ? അപ്പോൾ ആ വഴിയാത്രക്കാരൻ പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അപ്പോൾ നാട്ടുപ്രമാണി ചോദിച്ചു, നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ആ ഒട്ടകത്തിൻ്റെ എല്ലാ സവിശേഷതകളും പറഞ്ഞത്? അപ്പോൾ ആ വഴിയാത്രക്കാരൻ പറഞ്ഞു, ഞാൻ അതിൽ പോയപ്പോൾ ഒരു ഒട്ടകം ആ സൈഡിൽ കിടക്കുന്നതായി കണ്ടു. അതിൻ്റെ ഇടതുഭാഗത്തെ പുല്ലുകൾ മാത്രമായിരുന്നു അത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിന് വലതുവശത്തെ കാഴ്ച നഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ ഊഹിച്ചു. അങ്ങനെയാണ് ഞാൻ ആ സവിശേഷത പറഞ്ഞത്. അപ്പോൾ നാട്ടുപ്രമാണി ചോദിച്ചു, പല്ലുകൾ നഷ്ടപ്പെട്ടതാണെന്ന് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത്? അപ്പോൾ ആ വഴിയാത്രക്കാരൻ പറഞ്ഞു,
ആ ഒട്ടകം കഴിച്ചിരുന്ന പുല്ലുകളിൽ സൈഡുകളിൽ മാത്രമായിരുന്നു പുല്ലുകൾ ചവയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള നടുഭാഗത്തെ പുല്ലുകൾ പുറത്തേക്ക് തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ആ ഒട്ടകത്തിന്റെ പല്ലുകൾ നഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ കണക്ക് കൂട്ടി. അപ്പോൾ നാട്ടുപ്രമാണി ചോദിച്ചു, പിന്നെ നിങ്ങൾ ഒട്ടകത്തെ മോഷ്ടിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് ആ കെട്ടുകളിൽ തേനും ഗോതമ്പുമായിരുന്നു എന്ന് അറിഞ്ഞത്? അപ്പോൾ ആ വഴിയാത്രക്കാരൻ സൗമ്യമായി മറുപടി പറഞ്ഞു, ഞാൻ ആ വഴിയരികിലൂടെ കടന്നു പോയപ്പോൾ ഒരു വശത്ത് തേനീച്ചകൾ മൂളുന്നത് കേട്ടു. അതുപോലെ തന്നെ മറ്റൊരു വശത്ത് പക്ഷികൾ വന്ന് ഗോതമ്പുകൾ കൊത്തി തിന്നുന്നതും കണ്ടു. ഇത് കണ്ടപ്പോൾ ആ 2 കെട്ടുകളിൽ തേനും അതുപോലെ തന്നെ ഗോതമ്പുമാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഉത്തരങ്ങളെല്ലാം നാട്ടുപ്രമാണി സംപ്രീതനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വഴിയാത്രക്കാരൻ യാതൊരു തെറ്റും ചെയ്തില്ല എന്ന് കണ്ട് നാട്ടുപ്രമാണി ആ വഴിയാത്രക്കാരനെ വെറുതെ വിട്ടു. അങ്ങനെ ബുദ്ധിപരമായി നീങ്ങിയതുകൊണ്ട് ആ വഴിയാത്രക്കാരന് തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷകളിൽ നിന്നും ഒഴിവായി കിട്ടി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ബുദ്ധിപരമായി നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആപത്ഘട്ടത്തിലും നമുക്ക് അത് തരണം ചെയ്യുവാനായി സാധിക്കും, അല്ലേ? അപ്പോൾ മറ്റൊരു കഥയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. കൂട്ടുകാരെ, ഇന്നത്തെ കട്ടിലെ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല മെസ്സേജുള്ള കഥയല്ലേ പുള്ളിമാൻ പറഞ്ഞത്? എനിക്ക് ഒത്തിരി ഇഷ്ടാ പുള്ളിമാൻ പറയുന്ന കഥകൾ. നല്ല നല്ല കഥകളല്ലേ പുള്ളിമാൻ പറയുന്നത്. എങ്കിൽ നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ കൂട്ടുകാരെ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഏഷ്യ 43:5. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ ബൈബിൾ വചനം കാണാതെ പഠിക്കണേ. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാരുണ്ട്. നമുക്ക് അവരെ ഒന്ന് വിഷ് ചെയ്താലോ? ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിന ആശംസകൾ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? എന്തായിരിക്കും അടുത്ത സെഗ്മെന്റ്? മാലാഖേ. ഹായ് എന്റെ മോളെ. ഹായ് മാലാഖേ. എന്തുണ്ട് എന്റെ മോളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു മാലാഖേ. മാലാഖ കഴിഞ്ഞ ദിവസം ഭാരതത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാരെ പറ്റി പറഞ്ഞു തന്നായിരുന്നല്ലോ. അതെല്ലോ. പണ്ട് കേരളത്തിലും ഉണ്ടായിരിക്കുമല്ലോ ഗണിതശാസ്ത്രജ്ഞന്മാർ. അവരെക്കുറിച്ച് മാലാഖ എനിക്കിപ്പോ പറഞ്ഞു തരാമോ? അതിനെന്താ എന്റെ മോളെ. സംഗമ ഗ്രാമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, പുതുമന ചോമാതിരി എന്നിവരായിരുന്നു പ്രാചീന കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാർ. ഇവരെന്തൊക്കെയാ മാലാഖയെ കണ്ടുപിടിച്ചത്? കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനായിരുന്നു പുതുമന ചോമാതിരി. കരണപദ്ധതി എന്ന സംസ്കൃത ഗ്രന്ഥം രചിച്ചത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പുതുമന ചോമാതിരിയാ. താളിയോലകളിൽ മാത്രം എഴുതിയതുകൊണ്ട് ചോമാതിരിയുടെ കരണപദ്ധതി ജ്യോതിഷ ഗ്രന്ഥം മാത്രമായി പോയി. അനന്ത ശ്രേണികളുടെ നിർവചനവും പയ്യുടെ കൃത്യമായ മൂല്യം കാണുന്ന വിധവുമെല്ലാം ചോമാതിരിയുടെ കരണപദ്ധതിയിലുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാരായിരുന്ന ന്യൂട്ടൻ, ലിബ്നിസ് എന്നിവരുടെ പേരിലാണ് കലനശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ രചിച്ച കരണപദ്ധതിയിൽ കലനത്തിന്റെ പല അടിസ്ഥാന തത്വങ്ങളും ഉപയോഗിച്ചിരുന്നു. ചോമാതിരി തൃശൂരിലെ പുതുമന ഇല്ലത്ത് 1660-ലാണ് ജനിച്ചത്. പഞ്ചബോധം, ന്യായഗണിതം, ജാതകാദേശമാർഗം തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ ചോമാതിരിയുടേതായിട്ടുണ്ട്. സംഗമഗ്രാമ മാധവൻ ഏതൊക്കെ ഗ്രന്ഥങ്ങളാ മാലാഖയെ രചിച്ചിട്ടുള്ളത്? 74 ശ്ലോകങ്ങളുള്ള വേണ്വാരോഹം സംഗമഗ്രാമ മാധവൻ എഴുതിയത് AD 1400-ലാ. കാൽക്കുലസ് എന്ന പ്രശസ്തമായ ഗണിതശാസ്ത്ര ശാഖ ന്യൂട്ടനേക്കാൾ 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംഗമഗ്രാമ മാധവൻ കണ്ടെത്തിയിരുന്നു. ഗോളഗണിതത്തിൽ പ്രഗത്ഭനായിരുന്ന മാധവൻ പിൽക്കാലത്ത് ഗോളവിദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പയ്യുടെ മൂല്യം 10 ദശാംശ സ്ഥാനം വരെ കൃത്യമായി കണ്ടെത്താൻ മാധവന് കഴിഞ്ഞിരുന്നു അന്നമോളെ. അദ്ദേഹത്തിന്റെ വീട് കേരളത്തിൽ എവിടെയായിരുന്നു മാലാഖേ? സംഗമഗ്രാമം ഇന്നത്തെ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലായിരുന്നു. AD 1340-ലാട്ടോ മാധവൻ ജനിച്ചത്. അപ്പൊ വടശ്ശേരി പരമേശ്വരനോ? AD 1360-ൽ പാലക്കാട് ജില്ലയിലെ വടശ്ശേരി ഇല്ലത്താണ്
വടശ്ശേരി പരമേശ്വരൻ ജനിച്ചത്. സംഗമഗ്രാമ മാധവന്റെ പ്രധാന ശിഷ്യനായിരുന്നു വടശ്ശേരി പരമേശ്വരൻ. ദൃഗ്ഗണിതം എന്ന ഗണിത പദ്ധതിയാണ് പരമേശ്വരന്റെ മഹത്തായ സംഭാവന. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാ മാലാഖേ? ദൃഗ്ഗണിതം, ഗോളദീപിക, ഗ്രഹണാഷ്ടകം, ചന്ദ്രഛായ ഗണിതം തുടങ്ങി 30-ലധികം ഗ്രന്ഥങ്ങളും വ്യാഖ്യാനങ്ങളും പരമേശ്വരന്റേതായിട്ടുണ്ട്. ആര്യഭടീയം, മഹാഭാസ്കരീയം, സൂര്യസിദ്ധാന്തം, ലീലാവതി എന്ന പ്രധാന കൃതികൾക്കെഴുതിയ പരമേശ്വരന്റെ വ്യാഖ്യാനങ്ങൾ ശ്രദ്ധേയങ്ങളാട്ടോ. നീണ്ട 55 വർഷത്തെ നിരീക്ഷണങ്ങളാണ് ഗ്രഹങ്ങളുടെ സ്ഥാനം കൃത്യമായി നിർവചിക്കാനും ഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പരമേശ്വരനെ സഹായിച്ചത്. അങ്ങനെയാണ് പരമേശ്വരൻ ദൃഗ്ഗണിതത്തിന്റെ രചന പൂർത്തിയാക്കിയത്. എന്റെ അമ്മോ. പരഹിതം എന്ന ജ്യോതിശാസ്ത്ര പഠനത്തിലെ കണക്കുകൂട്ടൽ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാനായി 1430-ൽ പരമേശ്വരൻ ദൃക് സമ്പ്രദായം രൂപീകരിക്കുകയുണ്ടായി. അത് കൊള്ളാമല്ലോ. ഇങ്ങനെ കേരളത്തിലെ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര ചരിത്രത്തിലെ അമൂല്യ രത്നങ്ങളായി വരരുചി, ഹരിദത്തൻ എന്നിവരും കൂടി ഉണ്ട് അന്നമോളെ. അവരെ കുറിച്ചൊക്കെ മറ്റൊരിക്കൽ ഈ മാലാഖ അന്നമോൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ശരി മാലാഖേ. എന്നാ അന്നമോൾ മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലേക്ക് പോയിക്കോട്ടോ. ബൈ മാലാഖേ. ബൈ അന്നമോളെ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് ഈ ആഴ്ചയിലെ വാർത്തയിലെ താരത്തെ പരിചയപ്പെട്ടാലോ? എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ, അതിന്റെ ആൻസർ പറയാമോ? ഓക്കെ, പറയാലോ. ശരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? എനിക്കൊരു ക്ലൂ തരുമോ? ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ളതാണ്. എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഇ ആണ് അതിന്റെ ഉത്തരം. ഓ, ഈ ആയിരുന്നല്ലേ. ഇനി ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ചോദിച്ചോളൂ. എത്ര നുള്ളിയാലും കരയാത്ത കുട്ടി. ഒരു ക്ലൂ തരാമോ? അത് ജീവനില്ലാത്തൊരു സാധനമാണ്. പാവക്കുട്ടിയാണോ ആൻസർ? കറക്റ്റ് ആൻസർ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? എന്തായിരിക്കും അടുത്ത സെഗ്മെന്റ്? കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പിൽ അഭയമേകാൻ ആരുമില്ലാതെ വിവശനായി കേഴുന്നു നാഥ, വിവശനായി കേഴുന്നു നാഥ. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പിൽ അഭയമേകാൻ ആരുമില്ലാതെ വിവശനായി കേഴുന്നു നാഥ, വിവശനായി കേഴുന്നു നാഥ. കൂട്ടം പിരിഞ്ഞ ആടിനെ തേടി ഇടയനലഞ്ഞു പാതകളിൽ. കൂട്ടം പിരിഞ്ഞ ആടിനെ തേടി ഇടയനലഞ്ഞു പാതകളിൽ. ഘോരവനത്തിലും താഴ്വരക്കാട്ടിലും ആടിനെ കണ്ടില്ല നല്ലിടയൻ. ഘോരവനത്തിലും താഴ്വരക്കാട്ടിലും ആടിനെ കണ്ടില്ല നല്ലിടയൻ. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം
മുൾപടർപ്പിൽ നൂറാടുകൾ ദൂരത്തു പോയിട്ടും കണ്ടെത്തി നാഥൻ പിരിഞ്ഞതിനെ. നൂറാടുകൾ ദൂരത്തു പോയിട്ടും കണ്ടെത്തി നാഥൻ പിരിഞ്ഞതിനെ. ഏകനായി ഞാൻ എത്ര സഞ്ചരിച്ചാലും കൂട്ടിനായി നീ എൻ്റെ ചാരയില്ലേ. ഏകനായി ഞാൻ എത്ര സഞ്ചരിച്ചാലും കൂട്ടിനായി നീ എൻ്റെ ചാരയില്ലേ. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പിൽ അഭയമേകാൻ ആരുമില്ലാതെ വിവശനായി കേഴുന്നു നാഥ. വിവശനായി കേഴുന്നു നാഥ. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പിൽ കൂട്ടുകാരെ, ഇന്നത്തെ കളിയരങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? എന്തായിരിക്കും അടുത്ത സെഗ്മെന്റ്? ഒരു കാലിത്തൊഴുത്തിൽ ജാതനുമായി ജയഘോഷം കേട്ടില്ലേ? വേദലമിൽ ഒരു കാലിത്തൊഴുത്തിൽ ജാതനുമായി ജയഘോഷം കേട്ടില്ലേ? തേനൊലിവിൻ പൂഞ്ചില്ലയിൽ ഒരു പൂങ്കുരുവി ഗ്ലോറിയ പാടി. ഞാനും ആ പാട്ടിലെ താളമായി സ്നേഹദൂത് പാടിയിടുന്നു, സ്നേഹദൂത് പാടിയിടുന്നു. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ? മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ?
എന്നുള്ളം ചെന്നല്ലോ. പൂവനിയിൽ ഒരു പൂങ്കാറ്റെത്തുമ്പോൾ പുൽക്കുടിലിൽ എന്നുള്ളം ചെന്നല്ലോ. നീറി നിന്ന ദുഃഖങ്ങളെ ഞാൻ കാഴ്ചവച്ചു തൃപ്പാദത്തിൽ. എൻ മനം യേശുവിൻ രക്ഷയിൽ ആർത്തുപാടി ആനന്ദിച്ചു. ആത്മമങ്ങയെ ആരാധിച്ചു. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ. മഞ്ജുളരാവിൽ ഈ സുന്ദരരാവിൽ മോഹനവാനിൽ ഈ പാവനയാമം ഞാനും സംഗീതം കേട്ടു. നാവിൽ ഹല്ലേലൂയ പാടി. എങ്കിൽ കൂട്ടുകാരെ, ഇന്ന് കളിമുറ്റത്തിൽ ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimuttmgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ല എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.